അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഈ ആഴ്ച 10 പേരാണ് നോമിനേഷന് വന്നിരിക്കുന്നത്. നമ്മുടെ ആ ഒരു നോമിനേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ഡിബേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാഗ്വാദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആരെങ്കിലും ഒരാൾ നോമിനേഷനിൽ വരിക, അല്ലെങ്കിൽ 2 പേരും നോമിനേഷനിൽ വരിക. ഇതായിരുന്നു ആ ഒരു പാറ്റേൺ. ഈ ഒരു പാറ്റേൺ അനുസരിച്ച് എല്ലാവരും അൻസിബയും നോറയും വെച്ച് ബാക്കിയുള്ള എല്ലാവരും 2 പേരും നോമിനേഷൻ വന്നിരിക്കുകയാണ്. അൻസിബയും നോറയും തമ്മിൽ ഡിബേറ്റ് ചെയ്തു. അൻസിബ വിട്ടുകൊടുത്തു. അതുകൊണ്ട് അൻസിബ ഡയറക്റ്റ് നോമിനേഷൻ വരികയും നോറയെ സേഫ് ആക്കുകയും ചെയ്തു. അത് അൻസിബയുടെ ഒരു ഗെയിമിങ് അങ്ങനെയാണ്. അൻസിബയ്ക്ക് ആളുകളുടെ അടുത്ത് ഡയറക്റ്റ് നിന്ന് സംസാരിക്കാനുള്ള കഴിവൊന്നുമില്ല. പിന്നിൽ നിന്നൊരു കുത്താൻ മാത്രമേ അൻസിബയ്ക്ക് അറിയത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അൻസിബ വിട്ടുകൊടുത്തു. അൻസിബയ്ക്ക് നേരെ ചെന്ന് നിന്ന് വളരെ വർത്തമാനം പറയാനുള്ള ആ ഒരിതില്ല. പുറകിൽ കുത്താൻ മാത്രമേ അൻസിബയ്ക്ക് അറിയത്തുള്ളൂ. അത് അൻസിബയുടെ ഒരു പൊട്ട ഗെയിമാണെന്ന് ഞാൻ പറയും. ഒരു നല്ല കുട്ടി ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെ. എന്തായാലും നമ്മുടെ ജിൻഡോയും അർജുൻ, ഞാൻ വിചാരിച്ചു ജിൻഡോ അർജുൻ വിട്ടുകൊടുക്കും, ജിൻഡോ സേഫ് ആവുമെന്നായിരിക്കും വിചാരിച്ചത്. പക്ഷേ അവിടെ അവർ 2 പേരും നന്നായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. 2 പേരും നോമിനേഷനിൽ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ജാസ്മിനും അഭിഷേകും 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിൽ സംസാരിച്ചു. 2 പേരും ഒരുമിച്ച് നോമിനേഷന് വന്നു. അതുപോലെ തന്നെ നമ്മുടെ സായി പിന്നെ നോമിനേഷനിൽ ആ ഒരു ഇതുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, മാണിക്കക്കല്ല് ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. അതുപോലെ നമ്മുടെ അപ്സരയും ഋഷിയും അവരായിരുന്നു ഭയങ്കര വാഗ്വാദത്തിൽ ഏർപ്പെട്ടത്. ഋഷിയെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചു കേട്ടോ അപ്സര. പേടിയാണെങ്കിൽ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഫയർ ചെയ്തു. പക്ഷേ ഋഷി വിട്ടുകൊടുത്തില്ല. എന്തായാലും 2 പേരും ഒരുമിച്ച് നോമിനേഷൻ വന്നിരിക്കുകയാണ്. അങ്ങനെ നന്ദന, സായി പിന്നെ നമ്മുടെ നോറയെ വിട്ടുകൊടുത്തുകൊണ്ട് നോറയും ഇങ്ങനെ ഇവർ 3 പേരും ഒഴിച്ച് ബാക്കി 10 പേരും നോമിനേഷൻ വന്നിരിക്കുകയാണ്. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. ഇതിനകത്ത് സേഫ് ഗെയിം കളിക്കുന്ന ആൾക്കാരും ഉണ്ട്. അവരൊക്കെ പുറത്തേക്ക് തന്നെ പോകണം. അതുപോലെ റസ്മിന് ഓൾറെഡി നമ്മുടെ ലാലേട്ടൻ 2 ആഴ്ചത്തേക്ക് വാണിംഗ് കൊടുത്തിരിക്കുകയാണല്ലോ, ഡയറക്റ്റ് നോമിനേഷൻ കൊടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റസ്മിനും ഉണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയാം ഇനി ആരൊക്കെയാണ് പുറത്തേക്ക് പോകാൻ പോകുന്നതെന്ന്. നിങ്ങൾക്കെന്താണ് തോന്നുന്നത്? ഇതിൽ ആരൊക്കെ പുറത്ത് പോകണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? താഴെ കമൻറ്റ് ബോക്സ് മറക്കാതെ രേഖപ്പെടുത്തണം. കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും.